കരാറുകാരുടെ സമരത്തെ തുടർന്ന് റേഷൻ കടകൾ കാലിയാകുമ്പോഴും നടപടി സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ. വടക്കൻ കേരളത്തിലാണ് പ്രതിസന്ധി രൂക്ഷം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കരാറുകാർക്ക് സർക്കാർ പണം നൽകാത്തത്. ഏറ്റവും നഷ്ടം തൂക്കാതെ റേഷൻ കടയിൽ എത്തുന്നു. റേഷൻ ജനങ്ങളുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. റേഷൻ കടയിൽ അരിയില്ല. കേരളത്തിലെ ഒറ്റ റേഷൻ കടയിലും അരി ഇങ്ങനെ എല്ലാം കൊടുക്കാനില്ല. എല്ലാ വിഭാഗം അരിയുണ്ട് എന്ന് പറയാം, ഗവൺമെന്റിന് പറയാം, പല അരിയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് കൊടുക്കാനുള്ള അരി ഉണ്ടാവും. PHS സേവയ്ക്കാണ് ഏറ്റവും പാവങ്ങൾക്ക് കൊടുക്കാനുള്ള അരി പല കടകളിലില്ല. ആട്ടയില്ല, പഞ്ചസാരയില്ല, ഗോതമ്പില്ല, ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പൊ എന്തായി? ഗവൺമെന്റിന്റെ കണക്കിന് 2 ലക്ഷം ആൾക്കാർ അരി വാങ്ങി, 3 ലക്ഷം ആൾക്കാർ അരി വാങ്ങി. പ്രജിത് മോഹനൻ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രജിത്ത്, പിന്നെ എന്തിനായിരുന്നു ഭക്ഷ്യമന്ത്രി എന്ന ആ ഉറപ്പ് പറഞ്ഞത്? വാതിൽപ്പടി വിതരണക്കാരുടെ കുടിശ്ശികയൊക്കെ തീർക്കുമെന്നും അധികം വൈകാതെ റേഷൻ പ്രതിസന്ധി മറികടക്കുമെന്നൊക്കെ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് എന്തിനായിരുന്നു? എവിടെ പോയി മന്ത്രിയും വാക്കുമൊക്കെ? അതിൻ്റെ അടുത്ത ദിവസം തന്നെ മന്ത്രിയുടെ വാക്കിൻ്റെ ആ പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു പ്രഖ്യാപനം മന്ത്രി നടത്തി. അതോടൊപ്പം തന്നെ സിവിൽ സപ്ലൈസിന് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവും പുറത്തിറക്കി. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഉത്തരവിനപ്പുറത്തേക്ക് ഈ പണം ഇതുവരെ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വാതിൽപ്പടി വിതരണക്കാരുടെ സമര സംഘടനയ്ക്ക്, അല്ലെങ്കിൽ അതിൽപ്പെട്ട 55ഓളം വരുന്ന സംസ്ഥാനത്തെ വാതിൽപ്പടി വിതരണ കോൺട്രാക്ടർമാർക്ക് ഈ പണം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ വാഹനങ്ങൾ ഇറക്കുന്നില്ല. വാഹനങ്ങൾ ഇറക്കാത്തത് കൊണ്ട് തന്നെ ഏതാണ്ട് 12 ദിവസമായിരിക്കുന്നു ഇപ്പോൾ സംസ്ഥാനത്തെ റേഷൻ കടകളിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തിട്ട്. നമ്മൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ പല റേഷൻ കടകളുടെയും ഉൾവശം പൂർണ്ണമായും കാലിയായിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. കോഴിക്കോടൊക്കെ പലയിടത്തും ഇനി അരി സ്റ്റോക്കില്ല എന്നുള്ളൊരു ബോർഡ് വെച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് റേഷൻ കടകളുടെ മുന്നിൽ എന്നുള്ളതാണ്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പോവുകയാണ്. നേരത്തെ ഈ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ റേഷൻ വ്യാപാരികളും സമരത്തിലേക്ക് പോയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നും സംസ്ഥാനത്തെ റേഷൻ വിതരണം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. ആളുകൾക്ക് റേഷൻ കടകൾ തുറക്കാതെ കിടന്നതോടെ അടച്ചിട്ടുന്ന ഒരു സാഹചര്യം കൂടി വന്നതോടുകൂടി വലിയ പ്രതിസന്ധി ഉണ്ടായി. സമാനമായ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. റേഷൻ വ്യാപാരികൾ സമരത്തിലല്ലെങ്കിൽ കൂടി അവരും കടകൾ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് സാധനങ്ങളില്ല, പുതിയ സാധനങ്ങൾ എത്തുന്നില്ല, ആളുകൾക്ക് വിതരണം ചെയ്യാൻ ആവശ്യത്തിന് വസ്തുക്കളില്ല. റേഷൻ കാർഡുമായി വരുന്നവർ അവിടെ നിന്ന് മടങ്ങേണ്ടി വരുന്നു. ഒപ്പം ഈ പറയുന്ന റേഷൻ കാർഡുമായി വരുന്ന സാധനങ്ങൾ വാങ്ങാൻ വന്നവർ ഇതൊരു സമയം മെനക്കെട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഈ വസ്തുക്കൾ ലഭ്യമാകാതെ വരുമ്പോൾ സാധാരണ ഈ പറയുന്ന റേഷൻ വ്യാപാരികളുടെ തട്ടിക്കയറുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണം, റേഷൻ കടകളിലേക്കുള്ള സാധനങ്ങളുടെ വിതരണം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു, അല്ലെങ്കിൽ സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. തെക്കൻ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളില്ല എങ്കിൽ കൂടിയും വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മിക്കവാറും എല്ലാ കടകളിലും സാധനങ്ങൾ തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് അല്പം ഒരു റേഷൻ വ്യാപാരിയുടെ പ്രതികരണം കണ്ടത്. പല സ്ഥാപനങ്ങൾക്ക് മുന്നിലും ബോർഡുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലും സർക്കാർ ഇതുവരെ ഒരു പ്രതികരണം പോലും നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്ത് റേഷൻ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളൊരു കാര്യം അംഗീകരിക്കാൻ പോലും ഈ ഘട്ടത്തിലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ആർക്കൊക്കെയോ റേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതിനുള്ള മറുപടിയും ആ റേഷൻ വ്യാപാരി നമ്മളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ റേഷൻ വിതരണ ശൃംഖലയിൽ വലിയ പാളിച്ചകളുണ്ട്. തുടർ സമരങ്ങൾ മൂലം, കൃത്യമായി പണം അനുവദിക്കാത്തത് മൂലം ഈ പറയുന്ന രീതിയിൽ തൊഴിലാളികൾ സമരം ചെയ്യേണ്ടി വരുന്നു. റേഷൻ കടക്കാർ, അതിൻ്റെ വ്യാപാരികൾ സമരം ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ റേഷൻ കടകളിലേക്ക് സാധനം എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാരുടെ സംഘടനയും സമരത്തിലായിരിക്കുന്നു. ഏതാണ്ട് 1.5 വർഷത്തിനിടെ 5 തവണയാണ് ഈ കുടിശ്ശിക പണം ചോദിച്ച് അവർ സമരത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഈ സമരം വരുമ്പോൾ ചെറിയ തുക നൽകി അത് ഒഴിവാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. സാധാരണഗതിയിലാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ് നമ്മൾ എടുത്തു വായിക്കുമ്പോൾ 5 ദിവസത്തോളം വരുന്ന കുടിശ്ശിക ഈ പറയുന്ന റേഷൻ വിതരണക്കാർക്ക്, അതായത് വാതിൽപ്പടി വിതരണക്കാർക്ക് സർക്കാർ നൽകാനുണ്ട്. പക്ഷേ മന്ത്രി പറഞ്ഞത് 2 മാസത്തെ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്നാൽ ആ 2 മാസത്തെ കുടിശ്ശികയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കോൺട്രാക്ടേഴ്സ് അവർ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായതിനെ. പക്ഷേ അതിന് പോലും സർക്കാർ ഈ ഘട്ടത്തിലും ഒരു അവസരം നൽകുന്നില്ല എന്നുള്ളതാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ പൂർണ്ണമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നത്. അനു.